നമസ്കാരം. ഡ്രാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ വരുന്ന വ്യാഴാഴ്ച പുലർച്ചെ 12:30 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ഒരിക്കൽ നടക്കാതെ പോയ ഒരു പോരാട്ടത്തിൻ്റെ പുനരാവിഷ്കാരമായിരിക്കും. എന്തുകൊണ്ടാണ് ഇത്ര കാലമായിട്ടും മെസ്സി തൻ്റെ അന്താരാഷ്ട്ര കരിയർ തുടങ്ങിയിട്ട് കാലം കുറയാൽ 1.5 പതിറ്റാണ്ട് കഴിഞ്ഞു, ഇതുവരെ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ ഇടയാവാതിരുന്നത്? അപ്പോൾ അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കുക, നമുക്കറിയാം സൂപ്പർ ക്ലാസിക് പോരാട്ടങ്ങളാണ് ഇൻ്റർനാഷണൽ ലെവലിലെ അർജൻറ്റീന വേഴ്സസ് ഇംഗ്ലണ്ട് പോരാട്ടങ്ങൾ. മെക്സിക്കോയിൽ 1986 നടന്ന പോരാട്ടം, അന്ന് നമ്മുടെ ഡിയേഗോ മറഡോണയുടെ നൂറ്റാണ്ടിൻ്റെ ഗോളും പിന്നെ ദൈവത്തിൻ്റെ കൈ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൈകൊണ്ടടിച്ചിട്ട ഗോളും സംഭവിച്ചു. അതിനെക്കുറിച്ചുള്ള ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഏതായാലും ലിയോ മെസ്സി ഇതാ ഇപ്പോൾ 39 വയസ്സിലെത്തി നിൽക്കുന്നു. ഒരിക്കൽ പോലും അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെ കളിച്ചിട്ടില്ല. സോ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടമാണിത്. ഈ അവസാന ഘട്ടത്തിൽ അതും സംഭവിക്കുകയാണ്. ഒട്ടുമിക്ക മേജർ ടീമുകൾക്കെതിരെയൊക്കെ അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ കളിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ട് മാത്രമാണ് ഒഴിഞ്ഞു നിന്നത്. അവർക്കെതിരെയും ഇതാ കളി വരുന്നു. 2024 TYC സ്പോർട്സ് റീഡേഴ്സിനെതിരെ ഇടയിൽ ഒരു വോട്ടിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അർജൻറ്റീനയ്ക്ക് ഇനി യൂറോപ്പിൽ നിന്ന് ഏത് ടീമിനെതിരെയാണ് ഫ്രണ്ട്ലി മത്സരം കളിക്കേണ്ടത്, അടുത്ത ഓപ്പണൻ്റായിട്ട് നിങ്ങൾ ആരെയാണ് കിട്ടാൻ ആഗ്രഹിക്കുന്നത് എന്ന് അന്ന് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് 40,000 പേരാണ്. പക്ഷേ അങ്ങനെ ഒരു കളി നടന്നില്ല. ഇത് സംഭവിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയ സമയത്ത് ലയണൽ മെസ്സി സ്ക്വാഡിലുണ്ടായിരുന്നു, പക്ഷേ കളിച്ചില്ല. അതാണ് പറഞ്ഞത്, അന്ന് നടക്കാതെ പോയ കളി 20-21 കൊല്ലങ്ങൾക്ക് ശേഷം നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അന്ന് ലയണൽ മെസ്സി ഉണ്ടായിരുന്നു. ഫ്രണ്ട്ലി മത്സരമായിരുന്നു ഇംഗ്ലണ്ട് വേഴ്സസ് അർജൻറ്റീന കളി. അന്ന് അദ്ദേഹം സ്റ്റാൻഡിലായിരുന്നു. എന്തുകൊണ്ട്? അതിന് മുമ്പത്തെ കളി നവംബർ 12, 2025 അന്ന് മെസ്സിയെ സ്ക്വാഡിലേക്ക് എടുത്തിരുന്നു ഹോസെ പെക്കർമാൻ. പക്ഷേ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം അദ്ദേഹം കളിച്ചിരുന്നു. എന്നാൽ റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം, അന്ന് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയതിനൊക്കെ ഓർമ്മയുണ്ടല്ലോ, അല്ല അദ്ദേഹത്തിൻ്റെ ഡെബ്യൂവിൽ കിട്ടിയ റെഡ് കാർഡൊന്നും എന്തായാലും ആരാധകർ മറക്കില്ല. അതിനുശേഷം ഈ ഒരു കളി വരുമ്പോൾ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നു. സോ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ നടക്കുന്നത് ഹംഗറിക്കെതിരെയാണ്. ആ കളിയിലാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയത്. അതിനെ തുടർന്നാണ് പിന്നെ അടുത്ത കളിയിൽ മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ കഴിയാതെ പോകുന്നതും. സോ അതിനുശേഷം ഇതാ 10-21 കൊല്ലക്കാലത്തിന് ശേഷം വീണ്ടും കളി വരുന്നു. അന്ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്ന ആ കളി 2-1 ഒരു ഘട്ടത്തിൽ അർജൻറ്റീന മുന്നിൽ നിന്നാണ്. ഹെർനാൻ ക്രെസ്പോയും റോബർട്ടോ അയാളയുമാണ് അന്ന് ഗോളടിച്ചത്. എന്നാൽ ഒരു ഗോള് വെയിൻ റൂണിയിലൂടെ മടക്കിയിരുന്നു ഇംഗ്ലണ്ട്. കഴിഞ്ഞില്ല. 2 ഡിഫൻസീവ് മിസ്റ്റേക്കുകളിൽ നിന്നും മൈക്കൽ ഓവൻ്റെ ബ്രേസ് വന്നു. വിത്തിൻ 5 മിനിറ്റ്സാണ് ആ ബ്രേസ് വരുന്നത്. അതോടുകൂടി ആ കളി ഇംഗ്ലണ്ട് ജയിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇവർ ഏറ്റുമുട്ടിയത് അന്നാണ്. അന്ന് ജയിച്ചത് ഇംഗ്ലണ്ടാണ്. അന്നത്തെ അർജൻറ്റീനയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് നോക്കിയാൽ മതി. അവരുടെ ടീമിൽ റോബർട്ടോ അബൻഡൻസീരി, ഹാവിയർ ജനേറ്റി, പിന്നെ മാർട്ടിൻ ഡിമിഷെലിസ്, റോബർട്ടോ അയാല, വാൾട്ടർ സാമുവൽ, പിന്നെ മാക്സ് റോഡ്രിഗസ്, എസ്റ്റാബൻ കമ്പിയാസോ, ഇവാൻ പാബ്ലോ സോറിന്, ഇവാൻ റോമൻ റിക്കോൾമി, ക്രെസ്പോ, കാർലോസ് ടെവസ്, ഫബ്രീസിയോ കൊളച്ചീനി, ലൂച്ചോ ഗോൺസാലസ്, ഹാവിയർ സാവിയോള, അതുപോലെ ഹൂലിയോ ക്രൂസ്, ഇതൊക്കെയാണ് അന്നത്തെ സ്ക്വാഡിലുണ്ടായിരുന്ന താരങ്ങൾ. പക്ഷേ ലിയോ മെസ്സിക്ക് അന്ന് ബെഞ്ചിലിരിക്കാനായിരുന്നു, ബെഞ്ചിലല്ല സ്റ്റാൻഡിലിരിക്കാനായിരുന്നു യോഗം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സിൽ എത്താം.